അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോളേ നമ്മളിപ്പോൾ നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് റോഡിൻ്റെ ഇടതുവശത്താണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യണത്, അതായത് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു സർക്കുലർ, അതായത് MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രകാരമായിട്ട് ഒരു ബോധവൽക്കരണം നടക്കണ്ടായി. ഇവിടെ അല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് റോഡിൽ മുൻഗണന എന്നുള്ളത് കാൽനട യാത്രക്കാർക്ക് മാത്രമാണ്. കാരണം സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന ഡ്രൈവർമാർ അവർക്ക് ഒരു പരിഗണന കൊടുക്കണം. അപ്പോൾ അത് ചില ആൾക്കാർ അത് എന്താ പറയുക പാലിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇഷ്ടത്തിന് അങ്ങനെ പോകണം. എനിക്ക് വേഗത്തിൽ പോകണം, ഞാൻ വണ്ടി ഓടിച്ച് പോയാൽ മതി, നീ റോഡ് ക്രോസ് ചെയ്താൽ മതി എന്നുള്ള ചിന്തയൊക്കെ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഒന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഫൈനും കാര്യങ്ങളൊന്നും ഈടാക്കില്ല, നേരെ കോടതിക്ക് അത് വിടുക എന്നാണ് പറഞ്ഞത്. കോടതിക്ക് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു ദിവസത്തെ ആ സമയം അങ്ങോട്ട് പോകുന്നല്ലാതെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് പാഠമൊന്നും പഠിക്കാൻ കിട്ടില്ല. അപ്പോൾ അത് അവർ പറയണത്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കാൽനട യാത്രക്കാർക്കാണ് നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ വാഹനം അത് എത്ര ആക്സിലേറ്റർ കൂട്ടിക്കൊടുത്താലും അത് ആക്സിലേറ്റർ കമ്മിയാക്കാലും നമുക്കത് നിർത്താനും നിയന്ത്രിക്കാനും കഴിയും. പക്ഷേ യാത്രക്കാർ അല്ലെങ്കിൽ പൊതുജനങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ആ റോഡ് ക്രോസ് ചെയ്യാതെ അപ്പുറത്തേക്കോ ഒന്നും മാറാനും ഒന്നിനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാൽനട യാത്രക്കാർക്ക് റോഡിൽ മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, പെട്ടെന്ന് അശ്രദ്ധമായിട്ട് ചാടുന്ന ആൾക്കാരുണ്ട് റോഡിൽ കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ നിരവധി ആക്സിഡൻറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഡ്രൈവർമാർക്ക് മാത്രമല്ല ഈ ബോധവൽക്കരണം കൊടുക്കേണ്ടത്, ഈ പൊതുജനങ്ങൾക്കും കൂടി ആവാം. കാരണം അവർക്കും കൂടി ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്കും കൂടി ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും കൂടി മനസ്സിലാക്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിപ്പോൾ ബസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാറായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ വാഹനം ആയിക്കോട്ടെ, ചില സമയത്തൊന്നും നമ്മൾ നിയമം പാലിക്കപ്പെടേണ്ട ആൾക്കാരും കൂടി നിയമം തെറ്റിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങൾ മീഡിയയിൽ, ചാനലിൽ, നമ്മുടെ കേരളത്തിലെ വാർത്താ ചാനലുകാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കാരണം അവരുടെ റീച്ചിന് വേണ്ടിയിട്ട്, അവരുടെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ വാർത്തകൾ പല വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളിലൂടെ അവർ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയും കൂടി ഉണ്ടായില്ല. അപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു ബോധവൽക്കരണം കൊണ്ടുവരണം. അതായത് റോഡിൽ നിങ്ങൾ എന്തൊക്കെ മാനേഴ്സ് പാലിക്കണം, റോഡിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാഹനങ്ങൾ വരുമ്പോൾ ഏത് രീതിയിൽ നടക്കണം, ഇടതുവശത്തൂടെ നടക്കണോ വലതുവശത്തൂടെ നടക്കണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ MVD ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പൊതുജനങ്ങൾക്കെതിരെയാണ് ശരിക്ക് ഫൈന്, അതേപോലെ കോടതി നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് റോഡിൻ്റെ മര്യാദകൾ അറിയാമെങ്കിലും അറിയാത്ത രീതിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്കും കൂടി അത് ബാധകമാവണം. കാരണം നമ്മളിപ്പോൾ ഒരു വിഷയം പറയുക, അല്ല പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവരിലും എത്തിക്കണം. കാരണം ഇതിപ്പോൾ റോഡിൽ നടക്കുന്നവർ ചിലപ്പോൾ പിന്നീട് വണ്ടി എടുത്ത് വരുന്നവരുണ്ടാവും, ഈ വണ്ടി എടുത്ത് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർ പിന്നീട് നടന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും രണ്ടുപേർക്കും ഒരേ നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ വരുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടു, ഒരു നമ്മളന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമറ വണ്ടി. അപ്പോൾ ഈ ക്യാമറ വണ്ടിക്ക് വേറെ ആർക്കോ, ഈ ക്യാമറ വണ്ടിത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആർക്കോ ഫൈൻ അടപ്പിച്ചു, ഇൻഷൂർ ഇല്ലാന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അടച്ചു.
അപ്പോൾ ഇവരത് ചെക്ക് ചെയ്തപ്പോൾ, ഈ ഫൈന് കിട്ടിയ ആൾ ചെക്ക് ചെയ്തപ്പോൾ ഈ വണ്ടിക്ക് ഇൻഷൂറും കാര്യങ്ങളായിട്ട് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ അധികാരം ദുർവിനിയോഗം ചെയ്യുക. കാരണം നമ്മൾ ഒക്കെ ഒക്കെ പെർഫെക്റ്റായിട്ട് ആരും ജനിക്കണമില്ല, പെർഫെക്റ്റായിട്ട് ആരും മരിക്കണമില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇവർ ശരിക്കും നമുക്കൊരു പ്രചോദനം ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും തെറ്റിച്ചിട്ട് വരുമ്പോൾ അത് നമ്മൾ ആരായാലും ചോദ്യം ചെയ്യപ്പെടും. അവിടെ പൈസ ഫൈൻ അടപ്പിച്ചോ എന്നല്ല കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസാരം അവിടെ ഉണ്ടായില്ല. അപ്പോൾ ഇന്നിപ്പോൾ കണ്ടൊരു വാർത്തയാണ്. അതേപോലെ തന്നെ ഈ ഞാൻ എപ്പോഴും പറയാ എന്ന് വിചാരിക്കരുത്. നമ്മൾ ഈ കാറ് അല്ലെങ്കിൽ ബൈക്കൊക്കെ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവർക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഒന്നും അറിയില്ല, ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ അതും കൂടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഈ സർക്കാർ വാഹനങ്ങളെ തടുക്കാതെ, അത് പേരിന് വേണ്ടിയിട്ട് 2, 3, 5 KSRTC തടുക്കും. എന്നിട്ട് പതിയെ പോകണം, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാഫിക് ലൈൻ പരമാവധി പാലിക്കണം എന്നൊക്കെ KSRTC ഡ്രൈവർമാരെ എടുത്ത് പറയും. പക്ഷേ ഇവർക്ക് ഫൈനും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആർക്കും വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ബസ്, പ്രൈവറ്റ് ബസ്സുകാർക്ക്, അതേപോലെ ഈ അന്തർ സംസ്ഥാനത്തു നിന്ന് വരുന്ന ഡ്രൈവർമാരുണ്ടാവും. അതായത് ഉത്തർപ്രദേശ്, പിന്നെ അങ്ങനെ അന്യസംസ്ഥാനത്ത് വരുന്ന വാഹനങ്ങൾ. കാരണം ഇവർക്കൊന്നും അറിയില്ല. ഇവിടെ കേരളത്തിൻ്റെ നിയമങ്ങൾ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. പാവങ്ങൾ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവിടെ ഉള്ളവർക്ക് തന്നെ ജീവിക്കാൻ ഒരു വകയില്ലാതെ തെണ്ടി കൊണ്ട് നടക്കുകയാണ് ഓരോ ആളുകളും. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഗവൺമെൻറ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി നിങ്ങൾ ഖജനാവിലേക്ക് കാശ് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇവർക്ക് പ്രമോഷൻ കിട്ടുക. ജനങ്ങളുടെ അവസ്ഥ എന്താണ്, ഈ ഡ്രൈവർമാരുടെ അവസ്ഥ എന്താണ്, റോഡിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ എവിടെയാണ് നിരവധി നല്ല റോഡുകൾ എവിടെയാണ്? ആ റോഡുകൾ ഉണ്ടെങ്കിൽ പോലും അത് ഒക്കെ പൊളിഞ്ഞ് തകർന്ന് ഒക്കെ പോവാണ്. അപ്പോൾ മിനിഞ്ഞാന്നൊരു കാര്യം നമ്മൾ കേട്ടു. ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു വാഹനത്തിൻ്റെ മുകളിലേക്കൊരു ഗാർഡർ വീണിട്ട് ആ ഡ്രൈവർ മരിക്കേണ്ടായി. അപ്പോൾ അത് ആരുടെ തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ അവിടെ കോൺട്രാക്ടറുടെ ആ പ്രശ്നം തന്നെയാണ്. കാരണം അവിടെ പാലം പണി അല്ലെങ്കിൽ റോഡിൻ്റെ എന്ത് പണി എടുക്കുകയാണെങ്കിൽ പോലും അവിടെ വാഹനങ്ങൾ ഒരിക്കലും കടത്തിവിടാൻ പറ്റില്ല. ഇനി കടത്തി വിടുകയാണെങ്കിൽ തന്നെ അവിടെ 2 പേര് ലെഫ്റ്റും റൈറ്റും അവിടെ നിൽക്കണം. ഇപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിലും ഒരു ജീവൻ പോയി. ആ ജീവൻ ആർക്ക് പോയി? അവരുടെ കുടുംബത്തിന് പോയി. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കും അവിടെ പണിയെടുക്കുന്ന പങ്കാളികൾക്കും അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് ഡ്രൈവർമാർക്ക് ചെറിയൊരു വേദന ഉണ്ടാവും തീർച്ചയായിട്ടും. ഒരു ഡ്രൈവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ഒരു വേദന ഉണ്ടാവും. കാരണം ഞാനും ഒരിക്കൽ ഇപ്പോൾ മരിക്കേണ്ട ഒരാളിൽ തന്നെ ആയിരുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരിക്കലും വിചാരിക്കില്ല ഈ പോണവരോ വരുന്നവരോ ഇപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കേണ്ടത് ഞാൻ എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കുന്നു നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല. നമ്മളിപ്പോൾ മരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിൽക്ക് 1 മിനിറ്റ്, ഞാൻ കുറച്ച് പൈസയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, ഞാൻ ഒക്കെ കുറച്ച് അർജൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മരണം എപ്പോഴാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു രീതിയിലാണ്. ഇപ്പോൾ ദൈവം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ദൈവമുണ്ട്, എന്നാൽ ദൈവത്തെ ആരും കണ്ടിട്ടുമില്ല. ഒരു സർക്കിളാണ് ദൈവം. അതേപോലെ തന്നെ നമ്മളെ മരണത്തെക്കുറിച്ചിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കണം. എപ്പോഴും ചിന്തിക്കുക പറഞ്ഞാൽ 24 മണിക്കൂറും ചിന്തിച്ചിരിക്കാനല്ല കേട്ടോ പറയണത്. അതായത് നമ്മൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മയില്ലാതെ നമ്മൾ എന്താ പറയുക ഡ്രൈവിങ്ങിൻ്റെ തെറ്റായ രീതി കൂടെ പോവാണ്. അപ്പോൾ ഈ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ അവിടുത്തെ ആ അവസ്ഥ കണ്ടിട്ട്, അതായത് അവിടെ നിന്ന് പിന്നെ ആ ഇതിൻ്റെ മുകളിലേക്ക് വീണത് കൊണ്ട്, കാരണം രാത്രി ആയിരുന്നു വീണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി വാഹനം വരുമ്പോൾ ആ ഡ്രൈവർ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതുപോലൊരു സാധനം വന്നിട്ട് പിന്നെ മുകളിലേക്ക് വീഴുക, എനിക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെത്ര ഭയാനകമായിട്ടുള്ളൊരു മരണം തന്നെയായിരിക്കും അത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സേഫ്റ്റി ഇല്ലാത്ത റോഡിൽ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരേ ഒരു നാട് ഉണ്ടെങ്കിൽ അത് കേരളമാണ്. ഒന്നാമത്തത് കേരളമാണ്.
രണ്ടാമത്തത് പിന്നെ പറയണ്ടല്ലോ, ഇന്ത്യയിലായതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ഒരു പിന്നെ എന്താ പറയുക പ്രവർത്തനമാണ് കാണുന്നത്. റോഡിലായാലും നാടിലായാലും നാടിൻ്റെ വികസനത്തിനായാലും പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് റോഡിൽ പരമാവധി ഡ്രൈവർമാരാണെങ്കിൽ മര്യാദ പാലിക്കുക. ഈ റോഡിലൂടെ നിങ്ങൾ വലതുവശം ചേർന്ന് നടക്കുക. കാരണം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ നിങ്ങൾക്ക് വരുന്ന വാഹനം നിങ്ങൾ ഇടിക്കാനോ തട്ടാനോ മുട്ടാനോ അതിപ്പോൾ എങ്ങനെയാണ് സാഹചര്യം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അപകടം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നടക്കുക. പിന്നെ എപ്പോഴും ഈ ചെറിയ വാഹനങ്ങൾ, അതായത് സ്കൂട്ടിക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഇനിയിപ്പോൾ വലതുവശത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നേരെ ഇടത്തോട്ട് സൈഡാക്കിയിട്ട് വണ്ടി വരുന്നുണ്ടോയെന്നും കൂടി നോക്കാതെ ചിലപ്പോൾ ഓടിക്കും. അപ്പോൾ അത് തെറ്റാണ് എന്നുള്ളത് അവർക്ക് അറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കും അവരങ്ങനെ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടതുവശത്തേക്ക് പോവുകയാണെങ്കിൽ ഇടതുവശത്തേക്ക് അങ്ങനെ ഓരം ചേർന്ന് പോവുക. വലതുവശത്തേക്കാണെങ്കിൽ നിങ്ങൾ ഓരം ചേർന്ന് വലതുവശത്തേക്ക് തന്നെ പോവുക. അപ്പോൾ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക്, ഡ്രൈവർമാർക്ക് അത് കാണാൻ കഴിയും. നേരെ മറിച്ച് ഇൻഡിക്കേറ്റർ ഇടാതെ നിങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ കൂടിക്കൂടി വരുന്നത്. ഇതൊക്കെ ഒന്ന് പരമാവധി ഡ്രൈവിങ് ശ്രദ്ധിക്കുക. ഒന്നാമത് ഡ്രൈവിങ് സ്കൂളുകാരെയാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഇവർ നല്ല രീതിയിലൊന്നും ഡ്രൈവിങ് പഠിപ്പിക്കില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും മോശകരമായ ഒരവസ്ഥ. കാരണം എല്ലാവർക്കും വേഗത്തിൽ പോകണം, വേഗത്തിൽ പിന്നെ പഠിക്കണം, വേഗത്തിൽ ലൈസൻസ് കിട്ടണം, വേഗത്തിൽ വണ്ടി ഇറക്കണം എന്ന എന്തെങ്കിലും ഒരു കയറ്റങ്ങളോ ഇറക്കങ്ങളോ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയാണ് ഇവർക്ക് ഒന്നും ചെയ്യാത്ത നിസ്സഹായനായി പോയി നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത്. അപ്പോൾ നിങ്ങളെ ജീവൻ നിങ്ങളിലാണ്. അതേപോലെ ആ പോണവരും ഡ്രൈവിങ് ചെയ്യണവരും ചിലർ എന്താ പറയുക റാഷായിട്ട് ഡ്രൈവിങ് ചെയ്ത് വരുന്നവരുണ്ടാവും, ചിലർ നല്ല മര്യാദയ്ക്ക് ഡ്രൈവിങ് ചെയ്ത് വരുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളായിട്ട് ഒരു ജീവിതം പിന്നെ കളയരുത് മറ്റുള്ളവരെ. കാരണം കുടുംബം ഉണ്ടോ കുട്ടികളുണ്ടോ എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ അവർക്ക് അതായിരിക്കും ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റ് നമ്മളായിട്ട് പിന്നെ കളയരുത്. അതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇലക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബീഹാറിലൊക്കെ BJP ജയിച്ചു എന്നാണ് പറഞ്ഞത്. ആ BJP ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ദിവസം മുന്നേ ഒരു കണ്ടെയ്നർ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ജയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ ജയിച്ചത് അതേപോലെ തന്നെയാവും ഇപ്രാവശ്യം അവർ ജയിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പൊതുജനങ്ങൾ വെറുക്കണ 2 പാർട്ടിയേ ഉള്ളൂ. ഒന്നാമത്തത് BJP, രണ്ടാമത്തത് പിന്നെ LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഇതിപ്പോൾ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ മാത്രമാണ് ജയിച്ചത്. കാരണം വോട്ട് ചോരി, നമ്മുടെ പ്രധാനമന്ത്രി കുട്ടികളുടെ ഇടയിൽ പോയിട്ട് വലിയ ആളാവാൻ നോക്കിയതാണ്. അപ്പോൾ എന്നെ അറിയുമോ ചോദിച്ചപ്പോൾ നിങ്ങളെ അറിയാം, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതൊരു കുട്ടി പറയാണ് വോട്ട് ചോരിയെന്ന്, വോട്ട് കള്ളനല്ലേ. അപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ പോലും അത് ഇടം പിടിച്ചു. പക്ഷേ കുട്ടികളുടെ മനസ്സ് പോലെ അല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ വലിയ ആൾക്കാർ വരുമ്പോൾ. പരമാവധി പൈസ കൊടുക്കുക, അതേപോലെ തന്നെ പട്ടച്ചാരായം കൊടുക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുത്തിട്ട് അവരെ അടിമപ്പെടുത്തുക, എന്നിട്ട് വോട്ട് പരമാവധി വാങ്ങുക, എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ മരണത്തെ പുൽകുക. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഒരു ബസ് പോയാലേ മറ്റേ ബസ് പോകും.